തിരുവനന്തപുരത്ത് നിന്ന് വിജിനാണ് വിവരങ്ങളുമായി ചേരുന്നത്. അതിശക്തമായ മഴ തുടരും എന്നാണ് കാലാവസ്ഥാ വകുപ്പ് പറയുന്നത്. അതാ ഇപ്പോൾ നമ്മുടെ കടലാക്രമണം അല്ലെങ്കിൽ തീരപ്രദേശമൊക്കെ അല്ലെങ്കിൽ തിരമാലകൾ, ശക്തമായ തിരമാലകൾ, കടലാക്രമണം പലയിടത്തും വരുന്നുണ്ട്. ഇതെല്ലാം വരുന്ന ഒരു അന്തരീക്ഷത്തിൽ വിവരങ്ങളുമായി വിജിൻ ചേരുന്നു. വിജിൻ, പൊതു കാലാവസ്ഥയുടെ ഒരു പൊതു മുന്നറിയിപ്പ് ഇന്ന് എങ്ങനെയൊക്കെയാണ്, ഏതൊക്കെ തരത്തിലാണ്, ഇപ്പോൾ എവിടെയാണ് വിജിനുള്ളത്? ഞാനിപ്പോൾ ശംഖുമുഖം കടപ്പുറത്താണ് ശരത്തുള്ളത്. ഇവിടെ ശക്തമായ തിരമാല ഉണ്ട്. കള്ളക്കടൽ പ്രതിഭാസം ഉൾപ്പെടെ ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ് നിലവിലുണ്ട്. ശംഖുമുഖത്തൊക്കെ സാധാരണ കള്ളക്കടൽ പ്രതിഭാസം അനുഭവപ്പെടാറുള്ള സ്ഥലമാണ്. എന്തായാലും ഈ വരും ദിവസങ്ങളിൽ ശക്തമായ മഴ തന്നെ തുടരും എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കുന്നത്. ശക്തമായ മഴയാണ് കഴിഞ്ഞ ദിവസങ്ങളിലും ഉണ്ടായത്. പ്രത്യേകിച്ച് മധ്യ കേരളത്തിലും ഒപ്പം തന്നെ വടക്കൻ കേരളത്തിലുമൊക്കെ ശക്തമായ മഴ കഴിഞ്ഞ ദിവസമൊക്കെ അനുഭവപ്പെട്ടിരുന്നു. തെക്കൻ കേരളത്തിലും സാമാന്യ ഭേദപ്പെട്ട മഴ തന്നെയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നും ആ രീതിയിൽ തന്നെയാണ് മുന്നറിയിപ്പുകൾ ഉള്ളത്. 6 ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അത് ഇടുക്കി, മലപ്പുറം, അതുപോലെ തന്നെ കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് നിലനിൽക്കുന്നത്. ഒപ്പം തിരുവനന്തപുരം, കൊല്ലം ജില്ലകൾ ഒഴിച്ചുള്ള ജില്ലകളിലെല്ലാം യെല്ലോ അലർട്ട് നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഈ മുന്നറിയിപ്പുകളിൽ മാറ്റമുണ്ടാകാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത്. അല്പസമയത്തിനകം ഏകദേശം 10 മണിയോടുകൂടിയാണ് അടുത്ത കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പ് വരാനിരിക്കുന്നത്. അതിൽ ഈ തെക്കൻ കേരളത്തിൽ കൂടിയുള്ള സ്ഥലങ്ങളിലും ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. നിലവിൽ തന്നെ ജാഗ്രതാ നിർദ്ദേശം എല്ലാ സ്ഥലങ്ങളിലും നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും ഒക്കെ സാധ്യതയുണ്ട് എന്ന കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പും നിലവിൽ ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ പ്രദേശങ്ങളിലും ശക്തമായ മുന്നറിയിപ്പും ജാഗ്രതാ നിർദ്ദേശവും ഒക്കെ നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരത്തൊക്കെ ചെറുതായി ചാറ്റൽ മഴ അനുഭവപ്പെടുന്നുണ്ടെങ്കിലും ഇന്നലെ രാത്രിയും ഒപ്പം തന്നെ മറ്റ് മലയോര മേഖലകളിൽ ഒക്കെ ഇന്നലെ രാത്രി ശക്തമായ മഴയൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. എന്തായാലും ഈ മൺസൂൺ കാലത്ത് സജീവമായി തന്നെ മഴ നിലനിൽക്കുന്നു. മറ്റ് പ്രശ്നങ്ങൾ ഒന്നുമില്ലാതെ ആ മഴ ശക്തമായി തന്നെ തുടരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. കൂടുതൽ ക്യാമ്പുകൾ തുറക്കേണ്ട ഘട്ടത്തിലേക്കോ ഒപ്പം തന്നെ മണ്ണിടിച്ചിൽ അതുപോലത്തുള്ള ഈ പ്രശ്നങ്ങൾ ഒന്നും എവിടെയും റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല. അങ്ങനെയുള്ള ദുരിത പ്രശ്നങ്ങൾ ഒന്നും ഉണ്ടായിട്ടുമില്ല. എന്തായാലും മഴ അതിശക്തമായി തുടരാനുള്ള സാധ്യതയാണ് നിലവിൽ ഉള്ളത്. അത് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പ് പ്രകാരം മാത്രമല്ല, നമുക്ക് പുറത്തിറങ്ങിയാൽ അത് തന്നെയാണ് മനസ്സിലാക്കാനും കഴിയുന്നത്. പെട്ടെന്ന് ഇരുണ്ടുകൂടി വരുന്നു, അത് സജീവമായി തന്നെ മഴയായി മാറുന്ന കാഴ്ചയൊക്കെ കാണുന്നു. ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശം നിലവിൽ നിലനിൽക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഈ ട്രോളിംഗ് നിരോധനം നിലവിൽ ഉള്ളതുകൊണ്ട് തന്നെ കൂടുതൽ ബോട്ടുകളോ മത്സ്യബന്ധനത്തിലുള്ള വലിയ ബോട്ടുകളൊന്നും ഉൾക്കടലിലേക്കൊന്നും പോകാത്തതുകൊണ്ട് അത്തരത്തിലുള്ള അപകടങ്ങൾ ഒന്നും നിലവിൽ ഉണ്ടായിട്ടുമില്ല. ചെറിയ രീതിയിൽ വള്ളങ്ങൾ ഇറങ്ങുമ്പോൾ ഉണ്ടായ ഇന്നലെ മുതലപ്പുഴയിലൊക്കെ ഉണ്ടായ അപകടങ്ങൾ ഒഴിച്ച് മറ്റ് അപകടങ്ങളൊന്നും നിലവിലില്ല. എന്തായാലും മത്സ്യബന്ധനത്തിന് പോകുന്നവർക്കും ഒപ്പം തന്നെ മലയോര മേഖലകളിൽ ഉള്ളവർക്കുമൊക്കെ ജാഗ്രതാ നിർദ്ദേശം നിലവിൽ പുറപ്പെടുവിച്ചിരിക്കുകയാണ്. ശരത്ത്, ശരി. തിരുവനന്തപുരം ശംഖുമുഖത്തു നിന്നാണ് വിജിനി വിശദാംശങ്ങൾ നമ്മളുമായി പങ്കുവച്ചത്. കേരള ലക്ഷദ്വീപ് തീരത്ത് മത്സ്യബന്ധന വിലക്ക് തുടരുന്നു എന്ന സാഹചര്യം നമ്മുടെ മുമ്പിലുണ്ട്. അതേസമയം 6 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും 6 ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇടുക്കി, അതിൻ്റെ വിശദാംശങ്ങളുമൊക്കെയാണ് വിജിൻ ഇപ്പോൾ സൂചിപ്പിച്ചത്.